തുല്യതാ കോഴ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യ ചോദ്യം, പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം മെൻഡലിയേവ്. ആധുനിക പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് മോസ്ലിയാണ്, ഹെൻറി മോസ്ലി. എന്താണ് ആധുനിക പീരിയോഡിക് നിയമം? മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവയുടെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്, അല്ലെങ്കിൽ അടിസ്ഥാനത്തിലാണ്. മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിന്റെ രണ്ട് മേന്മകളും പോരായ്മകളും. ആദ്യം നമുക്ക് മേന്മകൾ പറയാം. ഒരേ സ്വഭാവമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. മറ്റൊന്ന്, ചില മൂലകങ്ങളുടെ അറ്റോമിക മാസുകൾ തിരുത്തി, അതുപോലെ ഭാവിയിൽ കണ്ടുപിടിക്കാനുള്ള മൂലകങ്ങൾക്ക് കോളങ്ങൾ ഒഴിവാക്കി. ഇതാണ് മേന്മകൾ. ഇനി പോരായ്മകൾ അല്ലെങ്കിൽ ന്യൂനതകൾ. ഒന്ന്, ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. അതുപോലെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. അതുപോലെ ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത അറ്റോമിക മാസുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അപ്പോ ഐസോടോപ്പുകൾക്ക് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതും ന്യൂനതയാണ്. ഇനി അടുത്തൊരു ചോദ്യം, പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ. ഉത്തരം കാർബൺ, ജലം. എന്താണ് ആറ്റങ്ങൾ? ആറ്റങ്ങളുടെ ശ്രദ്ധിക്കണം, തന്മാത്രകൾ എന്നാണ്. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്ന ചെറുഘടകങ്ങളാണ് ആറ്റങ്ങൾ. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്ന ചെറുഘടകങ്ങൾ അല്ലെങ്കിൽ ലഘുഘടകങ്ങളെയാണ് ആറ്റങ്ങൾ എന്ന് വിളിക്കുക. ഇനി എന്താണ് സംയുക്തങ്ങൾ? വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. അടുത്തൊരു ചോദ്യം, ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാര്? ഉത്തരം ജെ തോംസൺ. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. അതുപോലെ ജെ തോംസണിന്റെ ആറ്റം മാതൃക എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പ്ലം പുഡിംഗ്. ജെ തോംസൺ എന്നാണ് ജെ തോംസണിന്റെ ആറ്റം മാതൃക പ്ലം പുഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയാണ് സൗരയൂഥ മാതൃക. റൂദർഫോർഡാണ് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ കണ്ടുപിടിച്ചത്. റൂദർഫോർഡാണ്. ഇനി ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അതുപോലെ ഇവ കണ്ടുപിടിച്ചത്, ഒന്നുകൂടി പറയാം, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്, അതുപോലെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ. ഇനി ഐസോടോപ്പുകൾ. എന്താണ് ഐസോടോപ്പുകൾ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലക ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുക. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലക ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അല്ലെ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതുപോലെ കാർബണിന്റെ ഐസോടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഓക്കെ. അതുപോലെ അവഗാഡ്രോ സംഖ്യ. എത്രയാണ് അവഗാഡ്രോ സംഖ്യ? 6.022 ×
10 23 എന്നാണ്. 23 10ന്റെ മുകളിൽ വരണം. 10 23 ശ്രദ്ധിക്കണേ. ഇനി പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ. 3 മുതൽ 12 വരെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ. അതുപോലെ പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പ് അറിയപ്പെടുന്നതാണ് ഉത്കൃഷ്ട വാതകങ്ങൾ, അല്ലേ? ഇനി മറ്റുള്ള ഗ്രൂപ്പും കൂടെ ഒന്ന് പറയാം. പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലി ലോഹങ്ങൾ. 2ാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. പിന്നെ 3 മുതൽ 12 വരെ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ എന്നാണ്. അതുപോലെ 13ാമത്തെ ഗ്രൂപ്പ് ബോറോൺ കുടുംബം എന്നാണ് അറിയപ്പെടുക, ബോറോൺ ഫാമിലി. 14 കാർബൺ ഫാമിലി അഥവാ കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ കുടുംബം. 17 ഹാലജനുകൾ എന്നറിയപ്പെടും. 18 ഉത്കൃഷ്ട വാതകങ്ങൾ. ഓക്കെ, ഇനി ആറ്റത്തിന്റെ വലുപ്പം. ഗ്രൂപ്പിൽ പീരിയോഡിക് ടേബിളിലെ കുത്തനെയുള്ള കോളങ്ങളെയാണ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ആ ഗ്രൂപ്പിൽ ആറ്റത്തിന്റെ വലുപ്പം മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും കൂടും. അതുപോലെ പീരിയഡിൽ ആറ്റത്തിന്റെ വലുപ്പം കുറയും. ഇടതു നിന്ന് വലത്തോട്ട് പോകുന്ന കോളങ്ങളാണ് പീരിയഡുകൾ. അയോണിക ബന്ധനം, ഇലക്ട്രോണുകളുടെ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. അതുപോലെ മറ്റൊരു രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം. ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവച്ചുണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം. ഇനി നിർവീരീകരണം. അടുത്തത് ചോദ്യം നിർവീരീകരണം എന്നാണ്. ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ ഇല്ലാതാകുന്ന പ്രവർത്തനമാണ് നിർവീരീകരണം, അല്ലെ? ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാതാകുന്ന പ്രവർത്തനമാണ് നിർവീരീകരണം. ഗാഢത, ലായനിയിലെ ലീനത്തിന്റെ അളവാണ് ഗാഢത. ലായനിയിലെ ലീനത്തിന്റെ അളവാണ് ഗാഢത. ഈ ലീനത്തിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ലായനി, ഒരു ലായനിയാണ് പഞ്ചസാര ലായനി. അതില് വെള്ളവും ഉണ്ട് പഞ്ചസാരയുണ്ട്, അല്ലെ? അപ്പോ പഞ്ചസാരയാണ് അവിടെ ലയിച്ചത്. ലയിച്ച പദാർത്ഥമാണ് എപ്പോഴും ലീനം. ലയിപ്പിക്കുന്ന പദാർത്ഥമാണ് ലായകം. ഓക്കെ, ലായനി. അടുത്തത് ലായനി കൊളോയിഡ് സസ്പെൻഷൻ. എന്താണ് ലായനി കൊളോയിഡ് സസ്പെൻഷൻ? ഇവിടെ ലായനി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കണികയുള്ള പദാർത്ഥങ്ങളെയാണ് ലായനി എന്ന് വിളിക്കുക. ഉദാഹരണമാണ് ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, അല്ലെ? ഇപ്പോൾ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഉപ്പ് ലയിച്ചു. 2 പദാർത്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള പദാർത്ഥങ്ങളെയാണ് ലായനി എന്ന് വിളിക്കുക. മറ്റൊന്നാണ് പഞ്ചസാര ലായനി. ഇനി കൊളോയിഡ്. കൊളോയിഡ് കണികകളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ഒരു ലൈറ്റ്, അല്ലെ, ഒരു ടോർച്ച് അടിച്ചു നോക്കുകയാണെങ്കിൽ പ്രകാശപാത കുറച്ച് കാണാൻ കഴിയും, അല്ലെ? അപ്പോൾ ലായനിയിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ള കണികകളാണ് ഈ കൊളോയിഡിൽ ഉണ്ടാവുക. ഉദാഹരണമാണ് പാൽ, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, അതുപോലെ എമൽഷൻ പെയിന്റ്, രക്തം, ഇതൊക്കെ കൊളോയിഡാണ്. ഓക്കെ, ഇനി സസ്പെൻഷൻ. കണികകൾ ഏറ്റവും വലുപ്പത്തിൽ കാണപ്പെടുന്നത്, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് കണികളെ വേർതിരിച്ച് കാണാൻ പറ്റും 2 പദാർത്ഥങ്ങളിലെ. അതാണ് ഈ സസ്പെൻഷൻ. ചെളിവെള്ളം, ചോക്കപ്പൊടി വെള്ളം, അല്ലെ? ഇതൊക്കെ ഈ സസ്പെൻഷന് ഉദാഹരണമാണ്. ഇനി മറ്റൊന്ന് ലോഹങ്ങളുടെ സവിശേഷതകൾ. ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഒന്ന് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോരിറ്റി, അതുപോലെ കാഠിന്യം, താപചാലകത, വൈദ്യുത ചാലകത. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ലോഹങ്ങൾക്കുണ്ട്. ഇപ്പൊ മാലിയബിലിറ്റി എന്ന് പറയുമ്പോൾ ലോഹങ്ങളെ അടിച്ചു പരത്തി നേർത്ത തകിടുകളാക്കി മാറ്റാൻ പറ്റും. ആ സ്വഭാവമാണ് മാലിയബിലിറ്റി, അല്ലെ? ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി കാണിക്കുന്ന ലോഹമാണ് സ്വർണം. അതുപോലെ ഡക്റ്റിലിറ്റി, ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റുന്ന സ്വഭാവമാണ് ഡക്റ്റിലിറ്റി. ഏറ്റവും ഡക്റ്റിലിറ്റി കാണിക്കുന്ന ലോഹമാണ് പ്ലാറ്റിനം, അല്ലെ? അതുപോലെ സൊണോരിറ്റി, ലോഹങ്ങളിൽ
കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടുമ്പോൾ ശബ്ദമുണ്ടാകും. ആ സ്വഭാവമാണ് അല്ലെങ്കിൽ ആ സവിശേഷതയാണ് സൊണോരിറ്റി. അപ്പൊ അതെല്ലാം മനസ്സിലാക്കുക. ഇനി എസ്റ്റർ. എസ്റ്റർ എന്ന് പറഞ്ഞാൽ ആസിഡ് ആൽക്കഹോളുമായി ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് ഈ എസ്റ്റർ അല്ലെ. ഈ എസ്റ്ററിന് നല്ല പൂക്കളുടെയും പഴങ്ങളുടെയും ഗന്ധമാണ് എസ്റ്ററുകൾക്കുള്ളത്. മറ്റു ചോദ്യം, ചുരുണ്ട മുടി നീട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം തയോ ഗ്ലൈക്കോളിക് ആസിഡാണ്. ഇനി മറ്റൊന്ന്, എന്താണ് സോപ്പ്? എണ്ണയും കൊഴുപ്പും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫാറ്റി ആസിഡ് ലവണമാണ് സോപ്പ്. അല്ലെങ്കിൽ എണ്ണയും കൊഴുപ്പുകളും ആൽക്കലികളുമായി കൂടി ചേർന്നുണ്ടാകുന്ന ലവണമാണ് സോപ്പ് എന്നും പറയാം. പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്നായിട്ട് പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക. ഓക്കെ.